നടൻ സലീം കുമാറിന്റെ മൃതദേഹം കാണാനെത്തി റിനി ചിരിച്ചു എന്നുള്ളതാണ് വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ നടി നവ്യ നായർ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ പുറകിൽ ആരോ നിന്ന് ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെയും വന്ന് തെറി വിളിക്കുകയാണ് ചിലർ. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടവും ദിലീപും ഒരുമിച്ച് ഒരേ കാറിൽ സഞ്ചരിക്കുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് അവർക്ക് കുട ചൂടി കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, റിനി എന്ന് പറയുന്ന നടി കോൺഗ്രസ്സുകാർക്ക് വലിയ തലവേദനയാണ്. അവർ നാളെയും തലവേദനയാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് കരുതി അവർ ഇത്തരം മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവരെ തെറി വിളിക്കുകയും അവർ ഇട്ട വസ്ത്രത്തിനെ അധിക്ഷേപിക്കുകയും അവർ ചിരിച്ചതിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ഒന്നും ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അതൊക്കെ വ്യക്തിഹത്യ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഏതൊരു വ്യക്തിയും ഒരു ചടങ്ങിൽ വരുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചാണ്. അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ വസ്ത്രം ധരിച്ച് നടക്കണം എന്നൊക്കെ വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം വസ്ത്രം ധരിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, നിയമമുണ്ടോ എന്നും ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇത് റിനിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും റിനി എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയ രീതിയിൽ വിമർശിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കി കഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയെ ഒരു കാര്യവുമില്ലാതെ വ്യക്തിഹത്യ നടത്തരുത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നവ്യ നായർ മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്നല്ല ബൈറ്റ് കൊടുത്തത്. അവർ പുറമെ എവിടെയെങ്കിലും നിന്നായിരിക്കണം ബൈറ്റ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ കാണാൻ കഴിയും. സ്വാഭാവികമായിട്ട് മരണവീട്ടിൽ വരുന്ന എല്ലാവരും അവിടെ വന്ന് കണ്ണീരൊഴുക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? അവിടെ ആരെങ്കിലും അവിടെ അവരുടേതായിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? സ്വാഭാവികമായിട്ടും ഒരാൾ മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുക അവരുടെ വീട്ടുകാരും അടുത്ത ബന്ധുക്കളും അയാൾ സഹായം ചെയ്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും സലീം കുമാർ എന്ന നടൻ സെലിബ്രിറ്റി ആയതുകൊണ്ടും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പേരെ പൊട്ടിച്ചിരിപ്പിച്ചത് കൊണ്ടും ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വിഷമമുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതിങ്ങനെ പുറത്ത് വന്ന് പ്രകടിപ്പിക്കണം, കരഞ്ഞ് നെഞ്ഞത്തടിച്ച് നിലവിളിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അത്രയും ഓരോരുത്തരുടെയും വിഷമങ്ങൾ പല രീതിയിലായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എല്ലാവരും കരഞ്ഞ് വിഷമിച്ചിരിക്കണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മാത്രവുമല്ല, ഇത്തരം ചടങ്ങിൽ വരുന്ന ആളുകൾ അങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ ഈ മരിച്ചുപോയ വ്യക്തിയെയാണ് അവഹേളിക്കുന്നത്. മാത്രമല്ല, അവരുടെ കുടുംബത്തെ തന്നെയാണ് മോശമാക്കി ചിത്രീകരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രാഹുൽ മാങ്കൂട്ടവും ദിലീപും ഒപ്പം സഞ്ചരിച്ചു അല്ലെങ്കിൽ അവർക്ക് പോലീസ് കുട ചൂടി കൊടുത്തു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൂടുതലായിട്ട് വിമർശിക്കപ്പെടുന്നത് ഇടത് ഹാൻഡിലുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെയും ദിലീപിനെയും ഒക്കെ പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള പോലീസുകൾ ക്രൂരമായി പെരുമാറിയത് കൊണ്ട് എല്ലാ സർക്കാരും അവരോട് ക്രൂരമായി പെരുമാറണം എന്ന് വാശി പിടിക്കുന്നതും ശരിയല്ല. മാത്രവുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ദിലീപിനും മാത്രമായിരിക്കില്ല ആ പോലീസ് അവിടെ കുട ചൂടി കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടുപേരും വളരെ ഫേമസ് ആയതുകൊണ്ടും ഓരോ വ്യക്തിത്വം അവരുടെ ഓരോ വ്യക്തി പ്രഭാവം സമൂഹത്തിന് മുന്നിൽ അറിയിച്ചിട്ടുള്ള ആളുകളും കൂടിയാണ്. മാത്രമല്ല, ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തികൾ നടത്തുന്ന ആളുകളാണ്. ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ നല്ല കാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തതുകൊണ്ട് തെറ്റുണ്ട് എന്നൊന്നും തോന്നുന്നില്ല. പിന്നെ അവർ ചെയ്ത കുറ്റങ്ങൾ ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അവർ കുറ്റ ആരോപിതർ മാത്രമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരൊരു കുറ്റക്കാരനാണ് എന്ന് തെളിയാത്തോടത്തോളം കാലം പോലീസ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും കുട ചൂടിക്കൊടുക്കുന്നത് കൊണ്ടും ഒന്നും തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വേദികളൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസുകളൊക്കെ മരണപ്പെടുമ്പോൾ ജനവികാരം എന്ന് പറയുന്നത് പലതരത്തിലാണ്. അതിലേറ്റവും കൂടുതൽ അവിടെ വരുന്നവരെല്ലാവരും തന്നെ ആ അന്തരീക്ഷത്തിന് ഇണങ്ങി അതുപോലെ കരഞ്ഞ് ദുഃഖത്തിൽ ആഴ്ന്നിരിക്കണം, അതാണ് വേണ്ടത് എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും സാധ്യമല്ല. ഒരാളൊന്ന് ചിരിച്ചു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ അയാൾ ഒരുപാട് നാളുകൾക്ക് കാണുന്ന ഒരാളെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച് സന്തോഷിച്ച് വർത്താനം പറഞ്ഞതിലോ ഒന്നും എന്തിനാണ്
അവരെ തെറിവിളിക്കാൻ പോകുന്നത്. അതൊന്നും ശരിയല്ല. ആ ഒരു കാഴ്ചപ്പാടൊക്കെ തീർച്ചയായിട്ടും മലയാളികൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തെറിവിളികളൊക്കെ തന്നെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് മലയാളികൾ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അർത്ഥമുള്ളൂ എന്നാണ് പറയാനുള്ളത്. ഏതായാലും സലീം കുമാറിൻ്റെ ഒരുപാട് നല്ല സിനിമകൾ എന്നും മരിക്കാതെ മലയാളി മനസ്സിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ഒരുപാട് വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.